തീർച്ചയായിട്ടും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 19-ാം പേജിലെ 38-ാമത്തെ പോയിന്റ്, ഈ പോയിന്റ് കേരളം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കേണ്ട ഒന്നാണ്. ദ എക്സ്പീരിയൻസസ് വിച്ച് മെനി വുമൺ ഹാവ് ഗോൺ ത്രൂ ഇൻ സിനിമ റിയലി ഷോക്കിംഗ് ആൻഡ് ആർ ഓഫ് സച്ച് ഗ്രാവിറ്റി ദാറ്റ് ദേ ഹാഡ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ദോസ് ഡീറ്റെയിൽസ് ഈവൻ ടു ദ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്. അവർ സിനിമാ മേഖലയിൽ നേരിട്ട വലിയ രീതിയിലുള്ള അതിക്രമം എന്ന് പറയുന്നത് കൂടെയുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ കുടുംബക്കാരോടോ പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ്. ഓൺ നോയിങ് ഹൗ മലയാളം ഫിലിം ഇൻഡസ്ട്രി റൺസ് ആൻഡ് ദ കോൺസിക്വൻസസ് വിച്ച് വുമൺ ഇൻ സിനിമ മേ ഫേസ് ഇഫ് ദേ ഓപ്പൺലി സ്റ്റേറ്റ് വാട്ട് ദേ ഹാവ് ഗോൺ ത്രൂ, വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വുമൺ ഇൻ സിനിമ ആർ ജസ്റ്റിഫൈഡ് ഇൻ നോട്ട് ഡിസ്ക്ലോസിങ് ദെയർ എക്സ്പീരിയൻസസ് ഇൻ പബ്ലിക് ഓർ ഈവൻ ടു ദ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്. അതായത് ഈ ഹേമ കമ്മിറ്റി അധ്യക്ഷ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇവർ നേരിട്ട ദുരനുഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മീഷൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവരെന്തുകൊണ്ടത് പുറത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതിൽ. അതായത് അവർ പറയുന്നത് ഈ നേരിട്ട ദുരനുഭവം മാത്രമല്ല, ഇത് പുറത്തു പറഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസസിനെ കുറിച്ചാണ്. അതാണ് കേരളം വീണ്ടും ചർച്ച ചെയ്യേണ്ടത്. മലയാള സിനിമാ മേഖലയിൽ ഇങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ളൊരു സെക്ഷുവൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ളൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഇത്ര ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയോ അതിന്മേൽ നടപടിയെടുക്കുകയോ ഈ സർക്കാർ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം വിരൽ നീട്ടുന്നത് ഈ സർക്കാർ സിനിമ സംയുക്ത സെക്ഷുവൽ മാഫിയയാണോ എന്ന് പോലും സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പീഡകരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. ഇപ്പം എ എന്ന് പറയുന്നൊരു വ്യക്തിയെ ബി പീഡിപ്പിച്ചു, എയുടെ പേര് വെളിപ്പെടുത്തണ്ട, അത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്തിനാണ് ബിയുടെ പേര് വെളിപ്പെടുത്താതിരിക്കുന്നത്? അതിന് സർക്കാരിന് എന്തിനാണ് ഇത്ര ആഗ്രഹം ആ പേര് വെളിപ്പെടുത്തരുത് എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ ആഗ്രഹം ആ പേര് വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സാർ. ഈ സംസ്ഥാനത്തെ സിനിമാ മേഖലയിലെ വനിതകളോട് അപമര്യാദയായി പെരുമാറുന്ന, ഈ സെക്ഷുവൽ ഹറാസ്മെന്റ് ചെയ്ത, സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്ത ആളുകൾ, അതിനി ആരാണെങ്കിലും, അത് ഏത് കുലപതിയാണെങ്കിലും, അത് ഏത് സ്റ്റാർ ആണെങ്കിലും, അത് ഏത് അധോലോക നായകനാണെങ്കിലും ആ പേര് പുറത്തു വരണം എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതിനി ആരാണെങ്കിലും, അത് ഈ സിനിമാ മേഖലയിലെ താരരാജാക്കന്മാരോ താരരാജ്ഞിമാരോ ഇനി അവർക്ക് ചുക്കും ചുണ്ണാമ്പും പിടിക്കുന്ന ആളുകളോ ആരാണെങ്കിലും ആ പേരുകൾ പുറത്തു വരണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആദ്യമായി ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ തന്നെ സംസ്ഥാന DGPക്കും വനിതാ കമ്മീഷനും യൂത്ത് കോൺഗ്രസ് ആദ്യം തന്നെ പരാതി നൽകുകയുണ്ടായി. ആ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിയമപരമായ നടപടി എടുക്കണം എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ, നിയമവ്യവസ്ഥയിൽ ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വമേധയാ FIR എടുക്കാൻ പറ്റുന്ന നിയമ സാഹചര്യമുണ്ട്. കഴിഞ്ഞ 4.5 കൊല്ലമായിട്ടും ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ഈ ഇൻഫർമേഷൻ ഇവർ എടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് പോലീസിന് കൈമാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഗുരുതരമായ അനാസ്ഥ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട DGPക്ക് ഇവർക്കെതിരെ നടപടിയെടുക്കണം, ഈ പേര് പ്രതിപാദിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിട്ടുള്ളത്. അതിൽ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി, ബഹുമാനപ്പെട്ട DGP അത് ലോ ആൻഡ് ഓർഡർ ADGPക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ താരരാജാക്കന്മാരോ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രതിസ്ഥാനത്തുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. ഇനിയിപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയതായ ഒരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും DGPക്കും കൊടുത്തിരിക്കുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ 136-ാമത്തെ പേജിൽ വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തലുണ്ട്. 66 പേജുകൾ മുക്കിയിട്ടും 136-ാമത്തെ പേജിൽ ഒരാളുടെ മേലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും ഇംഗിതത്തിന് വഴങ്ങാതിരുന്നാൽ അവരെ പൂർണ്ണമായി സിനിമാ മേഖലയിൽ നിന്ന് അവഗണിക്കും. പക്ഷേ അവർ ഏതെങ്കിലും TV ഷോയിലോ ഒരു സീരിയലിലോ മുഖം കാണിച്ച് അവരുടെ ഉപജീവനം നടത്താമെന്ന് വെക്കുമ്പോൾ അവിടെ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വണ്ണം ഈ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ നെക്സസിന് ചുക്കാൻ പിടിക്കുന്നത്
ആത്മ എന്ന സംഘടനയെക്കുറിച്ചാണ് പറയുന്നത്. ആത്മ എന്ന സംഘടന ഈ ടെലിവിഷൻ മേഖലയിലെ ആർട്ടിസ്റ്റുകളുടെ സംഘടനയാണ്. ആ ആത്മാ സംഘടനയുടെ പ്രസിഡന്റിന്റെ കാര്യം വളരെ വ്യക്തമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് അടിയന്തരമായി ചെയ്യാൻ സാധിക്കുന്നത് KB ഗണേഷ് കുമാറിനെതിരെ, അപ്പോൾ ആ കമന്റിൽ പറയുന്നത്, ആ പോയിന്റിൽ പറയുന്ന ഭാഗത്ത് തന്നെ പറയുന്നത് 15 പേരുടെ പവർ മാഫിയയാണ് എന്നുള്ളതാണ്. ഈ 15 പേരുടെ പവർ മാഫിയയിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KB ഗണേഷ് കുമാറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതികളിന്മേൽ അടുത്ത നടപടികൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ മേഖലയെ പൂർണ്ണമായും നമുക്ക് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. സിനിമാ മേഖലയിൽ വനിതകൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതമായി ജോലി ചെയ്യേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷെ സർക്കാർ കഴിഞ്ഞ 4.5 കൊല്ലമായി ഇതിന്മേലൊരു നടപടിയെടുക്കാതെ കേവലം റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ടിൽ എന്താ ഉള്ളത് നോക്കട്ടെ, പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു മെല്ലപ്പോക്ക് നയവും ഒളിച്ചു കളിയുമാണ് നടക്കുന്നത്. ഇത് ഗുരുതരമായ അനാസ്ഥയാണ്. അതുകൊണ്ട് സർക്കാർ ഇടപെടണം, പോലീസ് ഇടപെടണം, നിയമ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പാർട്ടി. അതായത് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് വന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ റിപ്പോർട്ട് അങ്ങ് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പരാതിക്കാരിയെ വീട്ടിൽ പോയി കണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പരാതി എഴുതി മേടിച്ചു. ആ പരാതി എഴുതി മേടിച്ച് FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്ത് CBIക്ക് കൈമാറി. ആ പരാതിക്കാർക്ക് കൊടുത്ത നീതിയുടെ ഒരു 10-1 ഈ സിനിമാ മേഖലയിൽ ഈ പരാതിക്കാർക്ക് കൊടുക്കേണ്ടതല്ലേ? ഇവിടെ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയെ പ്രതിസ്ഥാനത്താക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ച ആ ശ്രമങ്ങൾ എന്തോരം പാഴ്വേലയായതെന്നുള്ളത് പിന്നീട് നമ്മൾ അറിഞ്ഞാൽ, ആ ശ്രമത്തിന്റെ ഒരു 10-1 ഇതിനകത്ത് നിയമ നടപടിക്കെടുത്താൽ ഈ കാലതാമസം ഉണ്ടാവില്ലായിരുന്നല്ലോ. അതും മാത്രമല്ല, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ കേരളത്തിലെ പൊതുപ്രവർത്തകർക്കും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിലെ പൊതുജനത്തിനും ഒന്നുമില്ലാത്ത ഒരു പ്രിവിലേജ് ഈ കേരളത്തിൽ ഒരു സിനിമാ മേഖലയിലും ഒരു സിനിമാ നടനുമില്ല. നമ്മളൊക്കെ സിനിമാ നടന്മാരെ ആരാധിക്കുന്നവരും സിനിമാ നടന്മാരുടെ നടനം ഇഷ്ടപ്പെടുന്നവരുമാണ്. പക്ഷെ ഇവർക്കൊക്കെ കേരളത്തിൽ ഒരു എക്സ്ട്രാ പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. ഇവർ കാണിക്കുന്ന എല്ലാ തോന്നിവാസവും അങ്ങ് മൂടി വെക്കപ്പെടണം എന്നുള്ള ധാരണയൊക്കെ സിനിമാ മേഖലയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും സർക്കാരിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരു എക്സ്ട്രാ പ്രിവിലേജും സിനിമാ മേഖലയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറ്റം ചെയ്തവർ, അതിനി ആരാണെങ്കിലും, ഏത് ഉന്നതനാണെങ്കിലും ഏത് ദേവേന്ദ്രനാണെങ്കിലും സിനിമാ മേഖലയിലെ അവർ പുറത്തു വരണം. അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. അവർ നിയമത്തിന് മുമ്പിൽ നിൽക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്.